പലരും സംസാരിക്കാത്ത, പലരും സംസാരിക്കാൻ മടിക്കുന്ന ഒരു വലിയൊരു സ്കാമിനെ കുറിച്ചാണ് ആം ആദ്മി പാർട്ടി MP ആയിട്ടുള്ള രാഘവ് ചന്ദ ഇവിടെ പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ളത്. ടെലികോം കമ്പനികളുടെ പ്രീപെയ്ഡ് പ്ലാനുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആം ആദ്മി പാർട്ടി MP രാഘവ് ചന്ദ. നിലവിലെ രീതി ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ഭാരമാണ് വരുത്തിവയ്ക്കുന്നതെന്ന് രാഘവ് ചന്ദ സഭയിൽ പറഞ്ഞു. സാധാരണ ഒരു വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. എന്നാൽ 28 24 ദിവസത്തെ കാലാവധി നിശ്ചയിക്കുന്നതിനിടെ ഉപഭോക്താക്കൾ ഒരു വർഷം 13 തവണ റീചാർജ് ചെയ്യേണ്ടി വരുന്നു. റീചാർജ് കാലാവധി കഴിഞ്ഞാൽ ഇൻകമിംഗ് കോളുകൾ തടയുന്നത് അംഗീകരിക്കാനാകില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ OTP സന്ദേശങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥയാണുള്ളതെന്നും MP ചൂണ്ടിക്കാട്ടി. റീചാർജ് പ്ലാനുകൾ 30 അല്ലെങ്കിൽ 31 ദിവസങ്ങളുള്ള കലണ്ടർ പ്രകാരം പൊരുത്തപ്പെടുത്തണമെന്നും രാഘവ് ചന്ദ ആവശ്യപ്പെട്ടു. ഈ ജിയോ വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു? നമ്മൾ റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഔട്ട് ഗോയിങ്, നമുക്ക് അങ്ങോട്ടേക്ക് വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഇൻകമിംഗ് കോൾസും മെസ്സേജസും ഒക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ MP പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ MPന്റെ പേര് പലയിടത്തായി നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. പലതും ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള, അതായത് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് 28 ദിവസത്തെ ഈ റീചാർജിങ് സൈക്കിൾ എന്ത് അടിസ്ഥാനത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. ഇത് 30-31 ദിവസം, അതായത് കലണ്ടർ മന്ത് ആയിട്ടുള്ള 30-31 ദിവസം ചെയ്തൂടെ എന്നാണ് ചോദിച്ചത്. കാരണം ഇങ്ങനെ 28 ദിവസത്തെ സൈക്കിളിൽ ചെയ്യുമ്പോൾ ഒരു വർഷം, അതായത് 28 ദിവസത്തെ വെച്ച് കഴിഞ്ഞാൽ 13 തവണ റീചാർജ് ചെയ്യേണ്ടി വരും. അതായത് ഈക്വൽ ടു 364 ദിവസം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം 12 റീചാർജ് ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്ക് ഒരു വർഷം മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് മേക്ക് സെൻസ് ഫോർ ഔട്ട് ഗോയിങ് കോൾ ടു ബി ബ്ലോക്ക്ഡ്. ഔട്ട് ഗോയിങ് കോൾസ് ബ്ലോക്ക് ചെയ്യുന്നത് സെൻസ് ഓക്കെയാണ്, അത് ശരിയാണ്. കാരണം റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ഔട്ട് ഗോയിങ് കോൾ നിർത്തലാക്കാം, ഔട്ട് ഗോയിങ് മെസ്സേജ് കോൾസ് എല്ലാം നിർത്തലാക്കാം. പക്ഷേ എന്തിനാണ് ഇൻകമിംഗ് കോൾസ് ഇതാക്കുന്നത്? അത് ശരിയായ ഒരു പ്രവണതയാണോ എന്നാണ് അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, റീചാർജ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത് തന്നെ നമുക്കാരും കോൺടാക്ട് ചെയ്യാനില്ല, നമ്മളെ ആരും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. ഇമ്പോർട്ടന്റ് മെസ്സേജസ്, അതായത് OTP അടക്കം ഒരു കാര്യവും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരില്ല. ഇങ്ങനെ ഒരു സിസ്റ്റം എന്തിനാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് വലിയൊരു സ്കാം അല്ലേ എന്നാണ് അദ്ദേഹം ഇതിലൂടെ ചോദിക്കുന്നത് പാർലമെന്റിനോട്. ഇദ്ദേഹം പറഞ്ഞത് ശരിയായ കാര്യമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം ഈ 28 ദിവസത്തിന്റെ കണക്ക് എന്തിനാണ് വെക്കുന്നത്? ഒരു 30-31 ദിവസത്തെ ഡേയ്സ് അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 12 റീചാർജ് ചെയ്യേണ്ടി വരും. 13 റീചാർജ് ചെയ്യേണ്ടി വരുമോ? വരില്ല. അപ്പോൾ ഇതിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത് ഇദ്ദേഹം ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത്, ഇൻകമിംഗ് കോളിനെ കുറിച്ച്. ഔട്ട് ഗോയിങ് കോൾ സർവീസ് ഓക്കെ, അത് അവർക്ക് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ ഇൻകമിംഗ് കോൾ അല്ലെങ്കിൽ മെസ്സേജസ് എന്തിനാണ് അവർ ബ്ലോക്ക് ചെയ്യുന്നത്? അതായത് റീചാർജ് ചെയ്തില്ലെങ്കിൽ. എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല? ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നില്ല.